യുവനടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. രഞ്ജിത്തിൻ്റെ തന്നെ ഏറ്റവും പുതിയ ചിത്രത്തിലെ നടിയാണ് ഇവരെ കൂടുതൽ പ്രാധാന്യമുള്ള റോൾ തരാം എന്ന് പറഞ്ഞ് കാരവനിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള പരാതിയാണ് DGPക്ക് ഈ യുവതി നൽകിയിരിക്കുന്നത്. പിന്നീട് DGP പരാതി അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. SS ശരൺ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരൺ, വിവരങ്ങൾ. ശരൺ. റീജിത്ത്, അല്പസമയത്തിനകം തന്നെ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും. ഏതായാലും അതിന് മുമ്പായിട്ടുള്ള നടപടിക്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധനയുടെ ഭാഗമാണ്. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടിയാണ് രഞ്ജിത്തിനെ നേരത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന നടക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാവുന്ന മുറയ്ക്ക് പോലീസ് സംഘം ഇവിടേക്ക്, അതായത് ഈ കൊച്ചിയിലെ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടതില്ല, മറിച്ച് നേരെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പോയാൽ മതിയെന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ട്. എറണാകുളം ACP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ വൈദ്യപരിശോധന നടക്കുന്ന ജനറൽ ആശുപത്രിയിലുണ്ട്. അവർ വൈകാതെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ, അതായത് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ എന്തൊക്കെ തെളിവുകളാണ് പോലീസ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില തെളിവുകൾ പോലീസിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് CCTV ദൃശ്യങ്ങളിൽ നിന്നും സാഹചര്യ തെളിവുകളടക്കം പരിശോധിച്ചതിൽ നിന്ന് ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ രഞ്ജിത്തിനെ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. രഞ്ജിത്ത് കോട്ടയത്ത് നിന്ന് പിന്നീട് ഇടുക്കിയിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ പോലീസ് അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തൊടുപുഴയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, രഞ്ജിത്തിന് ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകുമോ അടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി മറുപടി വരേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ 2 വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്ന് പഴയ IPC 354 ഒപ്പം തന്നെ 509 ഇതിൽ ലൈംഗിക അതിക്രമ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല. അത് വൈദ്യപരിശോധന പൂർത്തിയായിക്കൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ അധികാരം കൂടിയാണ്, അതായത് ജാമ്യം നൽകണോ വേണ്ടതെന്നുള്ളത് മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ എന്ത് തീരുമാനം വരുമെന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. ശരി, സോഹൻ സീനുലാലിനെ പോലെ NM ബാദുഷയെ പോലുള്ള ചില രഞ്ജിത്തിന്റെ സഹപ്രവർത്തകർ കൂടി ഇപ്പോൾ വൈദ്യപരിശോധന നടക്കുന്ന ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധന ഏതാണ്ട് പൂർത്തിയാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും.